ഇന്നലെ ഭാരത് ജോഡോ യാത്രയിൽ ഭാരത് ജോഡോ ന്യായ യാത്രയുടെ സമാപനം കഴിഞ്ഞ് പത്രക്കാരൻ എന്നോട് ചോദിച്ചു, രണ്ട് മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ പോയി, താങ്കൾക്ക് എന്താ അഭിപ്രായം? ഞാൻ പറഞ്ഞു, ആരെങ്കിലും പോകുന്നതിന് തെറ്റ് പറയാൻ പറ്റൂ? പോകാനുള്ളവർ പോവും, ആരെങ്കിലും തടയാൻ പറ്റൂ? ഈ സ്വർഗത്തിലേക്കുള്ള വഴി ഇടുക്കമാണെന്ന് ബൈബിളിൽ പറയുന്നു. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, സത്യത്തിന്റെ വഴിയും ഇടുക്കമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇടുക്ക് വഴി കൂടെ പോകാൻ എളുപ്പമില്ലാത്തവർ അത് കുറുക്ക് വഴി തേടും. ആർക്കെങ്കിലും തടയാൻ പറ്റൂ? അത് പറഞ്ഞോടെ പുതിയ വാർത്തയായി. ഇങ്ങനെയാണ് വാർത്ത വളച്ചൊടിക്കുക എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ പദയാത്ര കഴിഞ്ഞ് രാഹുൽ ഗാന്ധിയെ കണ്ട് വിശ്രമിക്കുന്ന സ്ഥലത്ത് വെച്ചാണ് ഞാനിത് പറയുന്നത്. അതിനെ വളച്ചൊടിച്ച് വേറൊരർത്ഥം കൊടുക്കുക. ആരെങ്കിലും പാർട്ടി വിട്ടു പോകണമെന്ന് ആഗ്രഹിച്ചാൽ അവർക്ക് പോകാം. ആരും വടിവാള് വിട്ട് 51 വെട്ടാനൊന്നും കോൺഗ്രസ് പാർട്ടി ആരെയും പറഞ്ഞയക്കത്തില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കുറച്ച് സഹാക്കന്മാരുണ്ട്, കുറെ നാളായി വെള്ളം വെച്ചിരിക്കുക കഞ്ഞിക്ക്. ആ വെള്ളം ഒന്ന് വാങ്ങി വെച്ചാ മതി, അതിവിടെ ചെലവാകും. ഇവിടുത്തെ നമ്മുടെ നേതാവ്, ഇവിടുത്തെ സ്ഥാനാർത്ഥി ഈ രാജ്യത്തിന് വേണ്ടി 10,000 കിലോമീറ്റർ യാത്ര ചെയ്തിരിക്കുക. 4,000 കിലോമീറ്റർ നടന്നും 6,000 കിലോമീറ്റർ ബസ്സിലും പോയിരിക്കുകയാണ്. അദ്ദേഹത്തിനോടൊപ്പം ഈ രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി, ഹിന്ദുവിന് വേണ്ടി, മുസൽമാന് വേണ്ടി, ക്രിസ്ത്യാനിക്ക് വേണ്ടി, സിഖിന് വേണ്ടി, പാർസിക്ക് വേണ്ടി, മതമില്ലാത്തവർക്ക് വേണ്ടി അദ്ദേഹത്തിനോടൊപ്പം ഈ രാജ്യത്തിന്റെ കന്യാകുമാരി മുതൽ കശ്മീർ വരെ പോകാൻ അവസരം ലഭിച്ച ഒരു എളിയ പ്രവർത്തകനാണ് ഞാൻ. ആ പ്രവർത്തകൻ വേറെ ഏതെങ്കിലും പാർട്ടി വിട്ടു പോകുമെന്ന് പറഞ്ഞാൽ അത് പറയുന്നവർക്ക് എന്താ പറയാ, കെട്ടുമാറിയിട്ടില്ല എന്ന് ഞാൻ പറയുന്നു. എന്റെ സഹോദരിയും കൂടെ ഇതിനകത്ത് വലിച്ചടക്കുക. ദുബായിലുള്ള അവര് BJP പോകുന്നു പറഞ്ഞ പുതിയ വാർത്ത. ഇന്ന് അത് കഴിഞ്ഞ് ഞാനാ പോകുന്നെന്ന് പറഞ്ഞ വാർത്ത. ഇതെന്താ തമാശയാണോ? എന്റെ അടുത്ത് ആരോ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, അത് കെട്ടുമാറാത്ത ആരോ പറഞ്ഞ കഥയാ. കെട്ടുകഥ പോലും അല്ല, കെട്ടുകഥയുടെ പോലും റോളില്ല എന്നുള്ളതാണ്. ഒരു മുൻ മന്ത്രിയുടെ മകൻ ഇപ്പൊ മന്ത്രിയാണ്. പുള്ളി പറഞ്ഞ കേട്ടില്ല. ഇപ്പോഴത്തെ കാലത്ത് വാട്സപ്പുള്ള സാധനം വിശ്വസിക്കാൻ പറ്റത്തില്ല. പുള്ളി പറയുന്നത് ഞാൻ MLA അല്ലായിരുന്നെങ്കിൽ പോയേനെന്നാ. ഇത് കഴിയുമ്പോ പോവുമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എനിക്കൊരു സംശയമുണ്ട്. ഒരു പാർട്ടി ഔഷധത്തിൽ കിട്ടിയ വ്യക്തിയാ അദ്ദേഹം ചാടിപ്പോവാതിരിക്കാനാണോ ഇനി പിണറായി വിജയൻ അദ്ദേഹത്തെ ഇപ്പൊ പെട്ടെന്ന് പിടിച്ച് മന്ത്രിയാക്കിയത്? കാരണം പാർട്ടി മൊത്തം പുള്ളിക്ക് പെട്ടെന്ന് എളുപ്പമല്ലേ, വേറെ ആരുമില്ല പാർട്ടിയിൽ, പുള്ളി തന്നെ തീരുമാനിക്കുന്നത്, പുള്ളി തന്നെയാണ് എല്ലാം. ഇപ്പൊ BJPയിലോട്ട് പോകണമെന്ന് തീരുമാനിച്ചാൽ പിണറായി വിജയനും കൂട്ടർക്ക് ക്ഷീണമല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്തു? മന്ത്രിയാക്കി. അതാ എനിക്ക് തോന്നുന്നത് അതിനകത്ത്. എന്റെ കാര്യം അങ്ങ് വിഷമിക്കണ്ട. ഞാൻ കഴിഞ്ഞ 24 വർഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകനായി ജീവിച്ചെങ്കിൽ ഇനി വരുന്ന 10 അങ്ങനെ തന്നെയായിരിക്കും. ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തി പോലും, പ്രവർത്തിച്ച വ്യക്തികളാരും ഈ പാർട്ടി വിട്ടുപോയിട്ടില്ല. തീർച്ചയായിട്ടും അധികാരം മാത്രമല്ല രാഷ്ട്രീയത്തിന്റെ ലക്ഷ്യം. എത്ര ഇലക്ഷൻ തോറ്റാലും തന്റെ മാർഗം വിട്ടു പോവാത്ത നേതാവായിരുന്നു മഹാത്മാഗാന്ധി. ആ മഹാത്മാഗാന്ധിയുടെ അനുയായിയാണ് ഞാനെങ്കിൽ ഒരു പാർട്ടിയും മാറേണ്ട കാര്യമില്ല. മഹാത്മാഗാന്ധിയുടെ അനുയായി എന്നും ജീവിതത്തിന്റെ അവസാനം വരെ തുടരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ നമ്മുടെ നേതാവ് മത്സരിക്കുന്നു. ഈ രാജ്യത്തിന് നമുക്കൊരു പുതിയ പ്രധാനമന്ത്രിയെ കിട്ടാൻ പോവുകയാണ്. അത് ഞാൻ ചുമ്മാ പറയാൻ പോകുന്നതല്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. BJPയുടെ ഭയപ്പാട് സകല പാർട്ടിയിലെ ആൾക്കാരെ പിടിക്കാൻ ശ്രമിക്കുക. എന്തിനാ? നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ മികച്ചതാണെങ്കിൽ, ജയം ഉറപ്പാണെങ്കിൽ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് മറ്റ പാർട്ടികളിൽ ആളെ പിടിക്കുന്നേ? 11,000 കോടി രൂപ നിങ്ങൾ മാറ്റി വെച്ചിട്ടില്ലേ? ഇങ്ങനെ കൂടുതൽ ആളെ പിടിക്കേണ്ട കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഭയപ്പാടിലാണ് അവരെ, കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇലക്ഷൻ കമ്മീഷനെ വരെ അട്ടിമറിക്കാൻ ശ്രമിച്ചു. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയൊരു പ്രധാനമന്ത്രിയെ കിട്ടാൻ പോകുന്നു. ആ പ്രധാനമന്ത്രി വയനാട്ടിൽ നിന്നായിരിക്കും എന്നുള്ള ആത്മവിശ്വാസത്തോടെ നമുക്ക് പോകാം. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.